എൻ്റെ ബൈക്ക് ഞാൻ പണ്ണെന്ന് പറഞ്ഞ് ആഡ്ലി പണിയ 1.5 പണ്ണലാണ് ജവാൻ. പടത്തിൻ്റെ തുടക്കത്തിൽ വെള്ളത്തിൽ കൂടെ ഒലിച്ച് വരുന്ന SRKനെ കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. അവിടെയുള്ള ആദിവാസികൾ മൂപ്പരെ എടുത്ത് ചികിത്സിക്കും. പിന്നെ ആ കാട്ടിൽ ഏതോ ടീംസ് വന്നിട്ട് വൻ യുദ്ധം തല്ല് പരിപാടി. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വയ്യാത്ത കിടക്കണ SRK ചാടി വന്നിട്ട് അവന്മാരൊക്കെ ഇടിച്ച് തേമ്പും. SRKയുടെ ചാട്ട ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കേട്ടോ. സമ്മതിക്കണം ഇങ്ങനെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ആ നാട്ടിൽ തല്ലാൻ വന്നവരെ SRK ഇടിച്ച് തേമ്പും. പക്ഷെ ഈ സീന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ബാഹുബലി ബാഹുബലി ബാഹുബലി. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ അമരവിള ബാബു മേശിരി. ഗായ്സ്, SRK ആരാന്ന് പോലും അറിയില്ല. മൂപ്പർക്ക് അന്ന് ആ പരിക്ക് പറ്റിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും മറന്നുപോയി. എന്നിട്ട് അവിടെയുള്ള ഒരു ലൊട്ട പയ്യൻ പറയും, ഞാൻ വലുതാവുമ്പോ നിങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞു തരാണ്ടാന്ന് പറയും. എന്നിട്ട് ഈ പയ്യൻ പറയണ കേട്ടിട്ട് SRK 30 കൊല്ലം വെയിറ്റ് ചെയ്യും. എന്റെ പൊന്നു മോനെ, ഇങ്ങനെ എന്തൊരു മണ്ടനെ. അങ്ങനെ 30 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആഡ്ലിയുടെ സിംഗപ്പെണ്ണുങ്ങളുടെ എൻട്രിയാ. ഒരു മെട്രോ സ്റ്റേഷൻ ഹൈജാക്ക് ചെയ്യണ സീനാ. അവിടെ നമ്മുടെ മേജർ ശ്രീകുമാറിന്റെ മോളൊക്കെ ഉണ്ട്. പൊന്നു മോനെ, ഹാക്കിങ് എന്നൊക്കെ പറഞ്ഞ സീനാണ്. എന്നിട്ട് അവര് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഗൺസ് ഒറ്റ ക്ലിക്കിൽ അത് ഗിറ്റാറാക്കി മാറ്റും. ആരാ ഈ കൊച്ചിന് ഇതേപോലെ ഹാക്ക് ചെയ്യാൻ പഠിപ്പിച്ചെന്ന് അറിയോ? ഇയാളാ പഠിപ്പിച്ചത്. എന്നിട്ട് സിംഗപ്പെണ്ണുങ്ങളെല്ലാവരും കൂടി ഹൈജാക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഷാരൂഖ് ഖാൻ വരും. പിന്നെ ഈ സംഭവം അന്വേഷിക്കാനായിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര വരും. മാസിലെ വരാ. അത് കഴിഞ്ഞിട്ട് ഷാരൂഖ് ഖാൻ ഒരു പാട്ട് പാടി കൊടുക്കും. SRK എന്നിട്ട് അഗ്രികൾച്ചർ മിനിസ്റ്റർ വേഗം വിളിക്കണം, എനിക്ക് സംസാരിക്കണം എന്ന് പറയും. എന്നിട്ട് അഗ്രികൾച്ചർ മിനിസ്റ്റർ വരും. മൂപ്പര് നല്ല മനുഷ്യനാ കേട്ടോ. വോയിസ് കോൾ ചെയ്യുമ്പോ നമസ്കാരമൊക്കെ കൊടുക്കും കൈ കൊണ്ട്. എന്ത് നല്ല മനുഷ്യനാ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് വിജയുടെ ഒരു പടത്തിന്റെ കഥ പറയും. എന്നിട്ടാന്ന് വെച്ചാൽ കത്തിയുടെ കഥയാണ്. മൂപ്പര് വിജയുടെ ഫാനാന്ന് തോന്നണേ. എന്നിട്ട് ആ പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് പറയാന്ന് പറഞ്ഞിട്ട് കത്തിയുടെ കഥ പറയും. അവിടെയുള്ളവരെല്ലാവരും കിടന്നും ഇരുന്നും മൂങ്ങും. SRK എന്നിട്ട് അഗ്രികൾച്ചർ മിനിസ്റ്ററോട് പറയും, എനിക്ക് കുറച്ച് പൈസ വേണം, വിജയ് സേതുപതിനെ വിളിച്ചിട്ട് കുറച്ച് പൈസ തരാൻ പറയും. കാരണം വിജയ് സേതുപതിയുടെ മോള് മെട്രോയിലുണ്ട്. അപ്പോൾ വിജയ് സേതുപതി ആ പൈസ കൊടുക്കും. വിജയ് സേതുപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് മൂപ്പര് കർഷകർക്ക് കൊടുക്കും. നേരെ ഹൈജാക്ക് ചെയ്ത് വെച്ചവർക്ക് അവരൊരു ബിരിയാണി വിളമ്പും. കയ്യിലുണ്ടായ പൈസ പോയ എന്റെ വിഷമത്തില് മൂപ്പര് നയൻതാരയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും ക്ലൂ കിട്ടിയോന്ന്. നയൻതാരയ്ക്ക് എന്തോ ക്ലൂ കിട്ടിയെന്നാണ് പറയണത്. എന്ത് ക്ലൂ ആണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ്, ആ സിംഗപ്പെണ്ണുങ്ങളൊക്കെ ജയിൽ പുള്ളികളാണ്. അവിടുത്തെ ജയിലറാണ് നമ്മുടെ SRK. ഇവിടുത്തെ ജയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു കോളേജിലെ ഫംഗ്ഷൻ പോലെ. എൻ്റെ പൊന്നു മോനെ, ഡാൻസ്, പാട്ട്, ഡ്രസ്സ് സീനാണ്. മൂപ്പര് പെണ്ണ് കാണാൻ പോവാ നയൻതാരനെ, പ്രൊഫസർ റാക്കുവലിനെ പ്രണയിക്കണ പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് മെർസലിലെ ഹോസ്പിറ്റലിലെ പ്രശ്നമില്ലേ, അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കും. എൻ്റെ പൊന്നു മോനെ, 5 साल तक अपनी सरकार चुनते वक्त एक सवाल नहीं करता. 5000 കോടി എവിടെ? 5000 കോടി കടൻ വാങ്ങുന്ന ഒരു ബിയർ ഫാക്ടറി ഓണർ.
അത് കഴിഞ്ഞിട്ട് SRK നയൻതാരേനെ കല്യാണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് മനസ്സിലാവണം ഇതൊക്കെ ചെയ്യുന്നത് SRK അന്ന് നയൻതാരയ്ക്ക് മനസ്സിലാവും. എന്നിട്ട് നയൻതാര പ്രൊഫസർ റാക്കുവലിനെ മണി ഹെസ്റ്റിൽ പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കൂലേടാന്ന് പറഞ്ഞിട്ട് വെടിവെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വേറെ ആരൊക്കെയോ വന്ന് ഇവരടിച്ച് ചമ്മന്തിയാക്കി ഒരു ഗോഡൌണിൽ കൊണ്ടിടും. അപ്പൊ മെർസലില് രണ്ടാമത്തെ വിജയ് വരണമാതിരി രണ്ടാമത്തെ SRK വരും. നയൻതാര ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിട്ട് ആസാദ് നമ്മുടെ രണ്ടാമത്തെ SRKനെ കണ്ടുപിടിക്കും. അവനെന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ പോവും, SRKയുടെ ജയിലിൽ. എന്നിട്ട് ആസാദ് എവിടെയാ പൊള്ളേന്ന് ചോദിക്കും. അപ്പോൾ പ്രിയാമണി പറയും, ആസാദിനെ കുറിച്ച് അറിയണതിന് മുന്നേ നീ വിക്രം റാഥോറിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് SRKയുടെ അപ്പൻ്റെ സ്റ്റോറി പറയാൻ തുടങ്ങും. എൻ്റെ പൊന്നു മോനെ. അത് കഴിഞ്ഞാൽ അവർ ഡാൻസ് കളിക്കുന്നതൊക്കെ പറയും. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായ. പിന്നെ ആഡ്ലി ആരംഭം സിനിമയെന്ന് ചുരണ്ടിയിട്ട് മറ്റേ ബുള്ളറ്റ് പ്രൂഫ് വർക്ക് ചെയ്യാത്ത സംഭവമില്ലേ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഇതിൽ തോക്ക് വർക്ക് ചെയ്യാണ്ട് കുറേ മിലിറ്ററി ഓഫീസർ മരിച്ചു എന്നൊക്കെ കഥ ഒക്കെ പറഞ്ഞ് അങ്ങനെ ആ തോക്ക് ഉണ്ടാക്കുന്നത് വിജയ് സേതുപതിയാ. പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം SRKനെ ഇടിച്ച് തേമ്പിയിട്ട് ആ കടലിൽ കൊണ്ടിട്ടത് വിജയ് സേതുപതിയാ. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് തീരുമ്പോൾ മറ്റേ SRK എവിടെയാന്ന് ചോദിക്കും. അപ്പം അവിടെയുള്ള ആൾ ഊക്കി വിടും, അവൻ സേഫായിട്ടുണ്ടെന്ന് പറയും. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാ. മോൻ ഷാരുഖാന്റെ വെറുപ്പിക്കൽ കഴിയുമ്പോൾ വലിയ ഷാരുഖാന്റെ വെറുപ്പിക്കൽ കാലവും ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തീപ്പൊരി തെറിക്കും. ആ തീപ്പൊരി തെറിച്ച് സിഗരറ്റുമ്മ വന്ന് കത്തും. എൻ്റെ പൊന്നുമോനെ. പിന്നെ രണ്ട് SRKനെയും വിജയ് സേതുപതി പിടിക്കും. എന്നിട്ട് വെടിവെക്കാൻ മുമ്പ് തോക്ക് വർക്ക് ചെയ്യില്ല. പിന്നെ SRK വന്ന് വിജയ് സേതുപതിനെ ഇടിച്ച് തേമ്പി അങ്ങനെ പടം കഴിയും.